ഹായ് ഓൾ. ഇന്ന് നമ്മൾ സയന്റിഫിക് ഓഫീസർ ഇൻ ഫിസിക്സ് എക്സാമിന്റെ ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലുള്ള ഇൻട്രഡക്ഷൻ പാർട്ടിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലേസർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയും. ഇതിന് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈഫൈ കണക്ഷൻസ്, വയേർഡ് ആയിട്ടുള്ള വൈഫൈ കണക്ഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫൈബർ ഒപ്റ്റിക്സ് ആണ്. സോ ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണിത് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലേസർ എന്ന് പറയുന്ന ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സർജറീസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ലേസ് എന്ന ഒരു മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ പ്രിൻസിപ്പിൾസ് ഓക്കെ. ദെൻ ഫസ്റ്റ് ടോപ്പിക്, ദ ഇന്ററാക്ഷൻ ഓഫ് ഫോട്ടോൺ വിത്ത് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ഈ ലേസറിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഫോട്ടോൺ എന്നുള്ളതാണ്. എന്താണ് ഒരു ഫോട്ടോൺ എന്നുള്ളത്? എന്താണ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ? എന്താണ്? ദ പാക്കറ്റ്സ്, സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി. നമ്മൾ ലൈറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ദാറ്റ്സ് കോൾഡ് ക്വാണ്ട ഓർ ഫോട്ടോൺ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോന്റെ എനർജി എന്താ? ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിയാണ്. ഓക്കെ, സോ ഈ ഫോട്ടോൺ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂളുമായിട്ട് ഇന്ററാക്ട് ചെയ്താൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവിടെ 3 ടൈപ്പ് പ്രോസസ്സുകൾ ഒക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൽ ഒന്നാമത്താണ് എന്ത്? അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ. ഓക്കെ, വാട്ട് ഈസ് അബ്സോർപ്ഷൻ? അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാല് ഒരു ഫോട്ടോൺ, ഓക്കെ, ദെൻ ഒരു ഫോട്ടോൺ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വിചാരിച്ചു. ഇനീഷ്യലി ആറ്റംസ് എവിടെ ഉണ്ടാവുക? ലോവർ എനർജി സ്റ്റേറ്റ്. ഞാൻ ലോവർ എനർജി സ്റ്റേറ്റിനെ E1 എന്നും ഹയർ എനർജി സ്റ്റേറ്റുകളെ E2 എന്നും റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ആറ്റംസ് ഒക്കെ എവിടെ ഉണ്ടാവുക? ലോവർ എനർജി സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോവർ എനർജി സ്റ്റേറ്റിലായിരിക്കും ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവുക. ഇവിടെയൊക്കെ ഒരു ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്തു, ഫോട്ടോൺ ഓഫ് എനർജി hν. അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ആറ്റംസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും. ഈ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അബ്സോർപ്ഷൻ എന്ന് പറയും. അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണിലെ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഈ ഒരു ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോൺ എനർജി എന്ന് പറയുന്നത് ഈ 2 എനർജി സ്റ്റേറ്റ്, അതായത് ലോവർ എനർജി സ്റ്റേറ്റിന്റെയും ഹയർ എനർജി സ്റ്റേറ്റിന്റെയും എനർജിയുടെ ഡിഫറൻസ് എന്ത് ചെയ്യണം? കമ്പയറബിൾ ആവണം, ഈക്വൽ ആവണം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവണം. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കണ്ടീഷൻ. hν ഈസ് കമ്പയറബിൾ ടു E2 മൈനസ് E1. അതാണ് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 എനർജി ലെവൽസ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഒക്കർ ചെയ്താൽ മാത്രമേ ഇവിടെ എന്ത് ഒക്കർ ചെയ്യുള്ളൂ? ഈ അബ്സോർപ്ഷൻ എന്നുള്ള ഫിനോമിന ഒക്കർ ചെയ്യൂ. ഇത് നമ്മള് ഒരുപാട് ഫീൽഡ്, നമ്മുടെ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിനോമിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഫോട്ടോൺ മോളിക്യൂൾസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്താൽ ഒക്കർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത്. ഇത് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ നോക്കാം. അപ്പൊ അബ്സോർബ്ഡ് ആയിട്ടില്ല, അബ്സോർപ്ഷൻ ഒക്കർ ചെയ്താൽ എന്ത് ചെയ്യും? ആറ്റംസ്, സോ ഇവിടെ E2, ദെൻ ദിസ് ഈസ് E1. E1 എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ എനർജി സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് എനർജി സ്റ്റേറ്റ് ആണ് കേട്ടോ E1. ദെൻ E2 എന്ന് പറഞ്ഞാൽ എന്താണ്?
ഹയർ എനർജി സ്റ്റേറ്റ്. ഹയർ എനർജി എന്ന് പറഞ്ഞാൽ എനർജി കൂടിയ സ്റ്റേറ്റ്, ദാറ്റ് ഈസ് E2. ഞാൻ റെപ്രസെന്റ് ചെയ്തതാണ് E2 എന്നുള്ള അതിന്റെ എനർജി. സോ അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എവിടേക്ക് പോകുന്നത് നമ്മൾ പഠിച്ചു. എവിടേക്ക് പോകും? ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും, E2ലേക്ക് ജമ്പ് ചെയ്യും. ദെൻ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഹയർ എനർജി സ്റ്റേറ്റിനും ഒരു മീൻ ലൈഫ് ടൈം ഉണ്ടാവും. എന്താണ് മീൻ ലൈഫ് ടൈം? ഇത് നമ്മൾ ഫണ്ടമെന്റലായി ഡിസ്കസ് ചെയ്യുന്ന ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യുലർ ഫിസിക്സിലൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് മീൻ ലൈഫ് ടൈം. ഓരോ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ എനർജി സ്റ്റേറ്റ്, എനർജി കൂടിയ സ്റ്റേറ്റ്സ്, അതിനൊക്കെ എന്തുണ്ടാവും? ഒരു മീൻ ലൈഫ് ടൈം ഉണ്ടാവും. മീൻ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റംസ് ഒരു മോളിക്യൂൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക്, അതായത് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും? അത് തിരിച്ചു വരും. ആ ഒരു ടൈമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മീൻ ലൈഫ് ടൈം. സം മൈക്രോ സെക്കൻഡ്സ് ആണ് മീൻ ലൈഫ് ടൈം ഉണ്ടാവുക, ഓർഡർ ഓഫ് മൈക്രോ സെക്കൻഡ്. അത് ഓരോ ആറ്റംസിന് അല്ലെങ്കിൽ എനർജി ലെവൽസിനനുസരിച്ച് മെറ്റീരിയൽസിനനുസരിച്ച് എന്ത് ചെയ്യും? ഇത് ഡിഫറെന്റ് ആവും. അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് സം മൈക്രോ സെക്കൻഡ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻⁻⁶. ഓക്കെ, ആ ഓർഡറിലാണ് അത് ഉണ്ടാവുക. ഓക്കെ ആണോ? ദെൻ ഇനി എന്താണ് നോക്കാം. ആഫ്റ്റർ ദിസ് ലൈഫ് ടൈം, അതായത് ഈ ഒരു എനർജി സ്റ്റേറ്റിന്റെ, ഈ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ മീൻ ലൈഫ് ടൈം കഴിഞ്ഞാല് നോർമലി ഈ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ത് ചെയ്യും? അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക്, അതായത് എനർജി ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും? തിരിച്ചു വരും. ബൈ എമിറ്റിംഗ് സം റേഡിയേഷൻ അല്ലെങ്കിൽ ഫോട്ടോൺ വിത്ത് എനർജി Hν. അതായത് മുകളിലോട്ട് Hν എന്നുള്ള ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഈ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് പോയത്. അതിനെ അബ്സോർപ്ഷൻ എന്ന് നമ്മൾ വിളിച്ചു. ഇതൻ അതിന്റെ മീൻ ലൈഫ് ടൈം കഴിഞ്ഞതിന് ശേഷം ഇത് എന്ത് ചെയ്യും? ആറ്റംസ് മോളിക്യൂൾസ് ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും? തിരിച്ചു വരും വിത്ത് ദി എമിഷൻ ഓഫ് സം എനർജി Hν. ഇനി ഈ Hν എന്ന് പറയുന്ന എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ രണ്ട് എനർജി സ്റ്റേറ്റ്സിന്റെ അല്ലെങ്കിൽ എനർജി ലെവൽസിന്റെ എനർജിന്റെ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ. ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോന്റെ എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇത് കൃത്യമായി മനസ്സിലാക്കണം. സ്പോണ്ടേനിയസ് എമിഷൻ എപ്പോഴാണ് ഒക്കർ ചെയ്യുക? അതായത് എക്സൈറ്റഡ് ആയിട്ടുള്ള എനർജി ലെവൽസിന്റെ മീൻ ലൈഫ് ടൈം ഒക്കെ കഴിഞ്ഞാലാണ് ഇവരെന്ത് ചെയ്യുക? താഴോട്ട് വരിക. അല്ലാതെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നൊന്നല്ല, ഇത് നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയാം. സ്പോണ്ടേനിയസ് എമിഷൻ എന്നുള്ള പേര് വരാൻ കാരണം എന്താണ്? ഇത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അതിന്റെ ലോവർ എനർജി സ്റ്റേറ്റ് റിട്ടേൺ വരുന്ന സമയത്ത് സം എനർജി എന്ത് ചെയ്യുന്നുണ്ട്? എമിറ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദി ഫോം ഓഫ് റേഡിയേഷൻ അല്ലെങ്കിൽ ഫോട്ടോൺസ് ആണ്. റേഡിയേഷന്റെ ഫോമിലായിരിക്കും. സം എലമെന്റ്സിൽ നമ്മൾ അത് ലൈറ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതൊക്കെയാണ്. മെർക്കുറി ഒക്കെ ആണെങ്കിൽ നമ്മുടെ ലൈറ്റ്, വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ കാണാറുള്ളത്. ഫ്ലൂറസൻ ലാമ്പിന്റെ ഒക്കെ വർക്കിംഗിൽ നമ്മൾ അത് പറയുന്നുണ്ട്. അവിടെ നടക്കുന്നതാണ് സ്പോണ്ടേനിയസ് എമിഷൻസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോസസ്, തേർഡ് പ്രോസസ് ആണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പൊ എന്താ നോക്കാം. നേരത്തെ ആദ്യം നമ്മൾ പഠിച്ചതുപോലെ തന്നെ അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റംസ് എന്ത് ചെയ്യും? ഹയർ എനർജി സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഹയർ എനർജി സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് അബ്സോർപ്ഷൻ ഒക്കെ ചെയ്തതിനു ശേഷം. അതുപോലെ തന്നെ നമ്മൾ സ്പോണ്ടേനിയസ് എമിഷനിൽ പറഞ്ഞു മീൻ ലൈഫ് ടൈം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ മീൻ ലൈഫ് ടൈം ദ മോളിക്യൂൾസ് ഓർ ആറ്റംസ് റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഇനീഷ്യൽ എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോവർ എനർജി ലെവൽസ്. ഓക്കെ, ഇനി സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ മീൻ ലൈഫ് ടൈം കഴിയുന്നതിന്റെ മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫോട്ടോണിനെ ഈ ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക. അതായത് സം Hν എന്നുള്ള ഒരു ഫോട്ടോൺ. അങ്ങനെയാണെങ്കിൽ മീൻ ലൈഫ് ടൈം കഴിയുന്നതിന് മുമ്പ് തന്നെ വിതിൻ മീൻ ലൈഫ് ടൈം ഈ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എങ്ങോട്ട് വരും? അതിന്റെ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരും വിത്ത് എമിഷൻ ഓഫ് സം ഫോട്ടോൺസ് അല്ലെങ്കിൽ റേഡിയേഷൻ. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ രണ്ട് ഫോട്ടോൺസ് അവിടെ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. ഒരു ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വന്ന് ഇൻസിഡന്റ് ചെയ്തിട്ടുള്ള ഫോട്ടോൺ ആണ്. അത് കൂടാതെ തന്നെ ഈ മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് അതിന്റെ ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന അടുത്ത ഒരു ഫോട്ടോൺ കൂടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ എത്ര ഫോട്ടോൺസ് ആയി?
2 photons ആയി. ഇത് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്നൊക്കെ പറയും. അതായത് നോർമലി ഒരു HNU ഒരു സ്പോണ്ടേനിയസ് എമിഷനിലാണെങ്കിൽ നോർമലി ഒരു ഫോട്ടോൺസ് ഒക്കെ വരുള്ളൂ. ബട്ട് ഇൻ ദി കേസ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ അത് ഡബിൾ ആയിട്ട് വരും. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ ലേസറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്നുള്ളത്. നമ്മൾ അവിടെ എത്തുമ്പോൾ പറയും. ബട്ട് അതിന്റെ ഫീച്ചർ അല്ലെ പെക്യുലാരിറ്റി എന്താന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് മീൻ ലൈഫ് ടൈം ഒക്കർ ചെയ്യുന്നതിന് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അനദർ ഫോട്ടോൺ ഇന്ററാക്ട് വിത്ത് ദീസ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ദെൻ the atoms or molecule return to the lower energy state with emission of a photon with energy hν along with the incident photon. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? 2 ഫോട്ടോൺസ് ഉണ്ട്. അതായത് ആംപ്ലിഫിക്കേഷൻ ഒക്കെ അറിയാം. ആംപ്ലിഫൈ ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? സാധാരണ വരുന്നേക്കാൾ കൂടുതൽ വരിക. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇവിടെ നിന്നും ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോൺ Hν എന്ന് പറയുന്ന ഒരു ഫോട്ടോൺ ആണ് ഞാൻ എന്ത് ചെയ്തത്? ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ആറ്റംസ് അല്ല മോളിക്യൂൾ ഇന്ററാക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് ആറ്റംസ് ഓർ മോളിക്യൂൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിനും നമ്മൾ ഇൻസിഡന്റ് ചെയ്ത അതേ ഫോട്ടോൺസിന്റെ ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക. ഇതിന് എത്ര ഫ്രീക്വൻസി ആണുള്ളത് അതേ ഫ്രീക്വൻസി ആയിരിക്കും ഇതിനുണ്ടാവുക. ഇതിന് എത്ര എനർജി ആണോ ഉള്ളത് അതേ എനർജി ആയിരിക്കും ഇതിനുണ്ടാവുക. ഓക്കെ, ഇതിന് ഏത് ഫേസിലാണോ വരുന്നത് അതേ ഫേസിലായിരിക്കും ഈ എമിറ്റ് ചെയ്യുന്ന എനർജി ഉണ്ടാവുക. ഓക്കെ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. അതായത് വരുന്ന ഫോട്ടോണിന്റെ എല്ലാ ക്യാരക്ടറും ആർക്കുണ്ടാവും? ഇവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിനും ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ മീൻ ലൈഫ് അത് തനിയെ ലോവർ എനർജി സ്റ്റേറ്റിൽ വരുന്നതിന്റെ മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വേറൊരു ഫോട്ടോണെയും കൂടി അവിടെ കൊണ്ട് ഇൻസിഡന്റ് ചെയ്തിട്ട് പോലെ ഫോഴ്സ് ഫുള്ളി നമ്മൾ പറയലില്ലേ, ഫോഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? താഴത്തേക്ക് വരും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോട്ടോണ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ 3 പ്രോസസ്സുകൾ ഒക്കെ അറിയാം. ഒന്ന് അബ്സോർപ്ഷൻ ആണ്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ആറ്റംസ് മോളിക്യൂൾസ് ജമ്പ് ചെയ്യാം. രണ്ടാമത്തെ പ്രോസസ് ആണ് എന്ത്? സ്പോണ്ടേനിയസ് എമിഷൻ. ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ആറ്റംസ് മോളിക്യൂൾ അതിന്റെ മീൻ ലൈഫ് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? അതിന്റെ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരാം വിത്ത് ദി എമിഷൻ ഓഫ് സം റേഡിയേഷൻ ഫോട്ടോൺസ്. ഓക്കെ, മൂന്നാമത്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതായത് മീൻ ലൈഫ് ടൈം എത്തുന്നതിന് മുമ്പേ, ബിഫോർ മീൻ ലൈഫ് ടൈം will interact with some photon with atoms or molecule in the higher energy state. Then it's returned to lower energy state with the emission of some photons along with the incident photons. Okay. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസിഷൻസ് ആണ്. നമ്മളിപ്പോ പഠിച്ചതൊക്കെ എന്താണ്? ട്രാൻസിഷൻസ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആണ്. നാച്ചുറലില് 2 ടൈപ്പ് ട്രാൻസിഷൻസ് ഒക്കെ അറിയാം. ഒന്നാമത്താണ് റേഡിയേറ്റീവ് ട്രാൻസിഷൻസ്. എന്താണ് റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാല്? അതായത് ഇലക്ട്രോൺസ് ഓർ മോളിക്യൂൾ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിൽ പോകുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതിൽ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൽ ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പഠിച്ചിട്ടുള്ള അബ്സോർപ്ഷനും സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോണെ അബ്സോർപ്ഷനിൽ ഫോട്ടോൺ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റിമുലേറ്റഡ് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് എമിഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോൺസിനെ എമിറ്റും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ ഈ ഒരു ടൈപ്പ് ട്രാൻസിഷൻസിനെ വിളിക്കുന്ന പേരാണ് റേഡിയേറ്റീവ് ട്രാൻസിഷൻസ്. ഇനി നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്തായിരിക്കും? അതായത് ട്രാൻസിഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് ആറ്റംസ് ഓർ മോളിക്യൂൾ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഫോട്ടോൺസിനെ അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല എങ്കിൽ ഈ ടൈപ്പ് ട്രാൻസിഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസ്. ഓക്കെ, അതൊക്കെ ചെയ്യാനുള്ള റീസൺസ് എന്താന്ന് നോക്കാം. ഇപ്പോ ഹയർ എനർജി എക്സാമ്പിൾ പറയാണ്. ഇതിപ്പോ E2, then this is E1. ഇത് ഹയർ എനർജി സ്റ്റേറ്റ് ആണ് E2, ലോവർ എനർജി സ്റ്റേറ്റ് ആണ് E1. അപ്പൊ ഇവിടെ എന്തുണ്ട്? ആറ്റംസ് ഉണ്ട് വിചാരിക്കുക ഇനീഷ്യലി, അതായത് അബ്സോർപ്ഷൻ കഴിഞ്ഞ് മുകളിലോട്ട് പോയതാണ്. ഇങ്ങനെയുള്ള കേസിൽ
എന്ത് ചെയ്യാം, ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള രണ്ട് ആറ്റംസ് തമ്മിൽ എന്ത് ചെയ്യാം, കൊളൈഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കൊളീഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ക്ലാസിക്കൽ മെക്കാനിക്സിലൊക്കെ. അപ്പൊ കൊളീഷൻസ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതായത് ഇലാസ്റ്റിക് കൊളീഷൻസോ ഇനിലാസ്റ്റിക് കൊളീഷൻസോ ഒക്കെ ഒക്കർ ചെയ്യാം. അങ്ങനെ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഇനിലാസ്റ്റിക് കൊളീഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, അതിൽ എനർജി കൺസേർവ്ഡ് അല്ല, കൈനറ്റിക് എനർജി എന്തല്ല, കൺസേർവ്ഡ് അല്ല. അപ്പൊ സം എനർജി അവിടെ ബാലൻസ് ഉണ്ടാവും. അപ്പൊ ഈ എനർജീസ് ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ വൈബ്രേഷണൽ ലെവൽസ് ഒക്കെ അറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓരോ ആറ്റംസ് എന്താണ് വൈബ്രേഷണൽ റൊട്ടേഷണൽ ലെവൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, എനർജീസ് ഡെസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡെസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനർജി ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആ ലോസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എന്തിന്റെ ഫോമിലായിരിക്കില്ല, ഫോട്ടോണിന്റെ ഫോമിലായിരിക്കില്ല, വേറെ എന്തെങ്കിലും ഫോമിലായിരിക്കും. ഒന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ച് ആയിരിക്കും നടക്കുക. ഈ ആറ്റത്തിൽ നിന്ന് ഈ ആറ്റത്തിലേക്ക് എന്ത് ചെയ്യും, സം എനർജി കൊടുക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വേറെ ഹീറ്റിന്റെ ഫോമിൽ എനർജി എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യും, എനർജി ലോസ് ഉണ്ടാവുകയും അവരെന്ത് ചെയ്യും, അതിന്റെ ലോവർ എനർജി സ്റ്റേറ്റിൽ റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. അതായത് കൊളീഷൻസോ അല്ലെ എനർജി റീഡിസ്ട്രിബ്യൂഷൻ വൈബ്രേഷൻ എനർജി ലെവലുകൾക്കിടയിൽ അല്ല റൊട്ടേഷനുകൾ എനർജി ലെവൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഒക്കെ റീസൺ കൊണ്ട് എനർജീസ് എന്ത് ചെയ്യാം, ലോസ് ചെയ്യാം. ബട്ട് ലോസ് ചെയ്യുന്ന എനർജീസ് എന്തിന്റെ ഫോമിലായിരിക്കും, ഒന്നെങ്കിൽ ഹീറ്റിന്റെ ഫോമിലായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ഫോമിലായിരിക്കും ഉണ്ടാവുക, സം എനർജീസ് തൊട്ടടുത്തുള്ള ആൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻ. ലേസറിൽ നമുക്ക് ഈ രണ്ട് ട്രാൻസിഷൻസും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ് കേട്ടോ. ലേസറിൽ നമുക്ക് റേഡിയേറ്റീവ് ട്രാൻസിഷൻസും ഉണ്ട്, അതുപോലെ തന്നെ നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസും ഉണ്ട്. റേഡിയേറ്റീവ് ട്രാൻസിഷൻസിന് എക്സാമ്പിൾ ആണ് ഇത്, സ്റ്റിമുലേറ്റഡ് എമിഷൻ. നമ്മുടെ ലേസറിൽ ഒക്കർ ചെയ്യുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് ഒക്കർ ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് പോർഷൻ ആണ് ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസ്. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. നമ്മൾ കുറച്ച് റിലേഷൻസ് അറിഞ്ഞിരിക്കുക. അതിനു മുമ്പ് എന്താണ് ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് എന്നുള്ളതാണ് നോക്കുന്നത്. ഐൻസ്റ്റീൻ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹു ഈസ് ഐൻസ്റ്റീൻ അല്ലെ? ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫേമസ് സയന്റിസ്റ്റ് ആണ് ഫിസിക്സിലുള്ള. അപ്പൊ അദ്ദേഹം സം പാരാമീറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് എന്ന ഫണ്ടമെന്റൽ പാരാമീറ്റർ ദാറ്റ് ഡിസ്ക്രൈബ് ദി പ്രോബബിലിറ്റി ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽസ്. അതായത് രണ്ട് എനർജി സ്റ്റേറ്റുകൾ, E1 എന്ന് പറഞ്ഞാൽ ലോവർ എനർജി സ്റ്റേറ്റ് ആണ്, E2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയർ എനർജി സ്റ്റേറ്റ് ആണ്. അങ്ങനെയാണ് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ എന്ത് ചെയ്യാം, ഒരുപാട് ട്രാൻസിഷൻസ് ഒക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് അബ്സോർപ്ഷൻ നടക്കാം, സ്പോണ്ടേനിയസ് എമിഷൻ നടക്കാം, സ്റ്റിമുലേറ്റഡ് എമിഷൻസ് നടക്കാം. അപ്പൊ ഇതിന്റെ ഒക്കെ പ്രോബബിലിറ്റി പെർ ടൈം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. പ്രോബബിലിറ്റി എത്രത്തോളം, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ചാൻസ്, അതൊക്കെ ചെയ്യാനുള്ള ചാൻസ്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസ്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ട്രാൻസിഷൻസ്, അതായത് രണ്ട് എനർജി ലെവൽസിനിടയിൽ ട്രാൻസിഷൻ ഒക്കെ അബ്സോർപ്ഷനോ സ്പോണ്ടേനിയസ് എമിഷനോ സ്റ്റിമുലേറ്റഡ് എമിഷനോ ഒക്കെ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ചാൻസ് എത്രത്തോളം ഉണ്ട്, അതിന്റെ കോഎഫിഷ്യന്റിനെ, അതിന്റെ പാരാമീറ്റർ, ആ ഒരു പ്രോബബിലിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി ആ കോഎഫിഷ്യൻസ് ഏതൊക്കെയാന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, അബ്സോർപ്ഷൻ. നമ്മൾ ആദ്യം പഠിച്ചാണ് എന്ത്, അബ്സോർപ്ഷൻ. അതിന്റെ ഫിഗർ ആണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഫിഗർ ആണ് ഇവിടെ കൊടുത്തത്. E1 E2 എനർജി ലെവൽസ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ മുകളിലോട്ട് പോകും വിത്ത് എന്താണ്, അബ്സോർബ് ചെയ്യണം അല്ലെ, ഇതിലേക്ക് ഒരു ഫോട്ടോൺ ഇന്ററാക്ട് ചെയ്യുന്നത്. ലോവർ എനർജി സ്റ്റേറ്റിലുള്ള ആറ്റംസ് മോളിക്യൂള് ഒരു ഫോട്ടോണായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുക, ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യുക. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു പ്രോബബിലിറ്റി, ഇത് മുകളിലോട്ട് അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റിനെ നമ്മൾ എന്ത് പറയും, B12 അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എന്നാണ് ഇതിനെ പറയുക. എന്താണ് പറയാ, അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്.
ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ലെറ്റർ ഏതാണ്? B12. ദിസ് ഇമ്പോർട്ടന്റ് കേട്ടോ, ഇതിന് നൊട്ടേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. B12. ഇനി നെക്സ്റ്റ് ആണ് ഏത്? സ്പോണ്ടേനിയസ് എമിഷന്റെ കേസ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? സ്പോണ്ടേനിയസ് എമിഷൻ. ഓക്കെ, അപ്പൊ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ മീൻ ലൈഫ് ടൈം ഈ ആറ്റംസ് ഓർ മോളിക്യൂൾ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിൽ വരും വിത്ത് ദി എമിഷൻ ഓഫ് സം ഫോട്ടോൺ ഓഫ് എനർജി HU. അപ്പൊ അത് ഒക്കെ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ എന്താ പറയാ? സ്പോണ്ടേനിയസ് എമിഷൻ കോഎഫിഷ്യന്റ്. രണ്ടാമത്തെ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ആണ് ഇത് സ്പോണ്ടേനിയസ് എമിഷൻ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് A21. എന്തുകൊണ്ടാണ് 21 എന്ന് വരാൻ കാരണം? കാരണം ഇത് ഹയർ എനർജി സ്റ്റേറ്റ് ആയിട്ടുള്ള 2 നിന്ന് 1ലേക്കാണ് വരുന്നത്. സിമ്പിൾ മാത്രമാണ് കേട്ടോ. 2 to 1 എന്ന് പറഞ്ഞാൽ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്കാണ് വരുന്നത് എന്നുള്ള മീനിങ്. ഇവിടെ അബ്സോർപ്ഷനിൽ 1 2 കൊടുക്കാൻ കാരണം എന്താണ്? 1 നിന്ന് 2ലേക്ക്, 1 നിന്ന് 2ലേക്ക് പോകാന്ന് പറഞ്ഞാൽ ലോവർന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോവാണ്. ദെൻ ലാസ്റ്റ് വൺ ഏതാണ്? സ്റ്റിമുലേറ്റഡ് എമിഷൻ. സോ സ്റ്റിമുലേറ്റഡ് എമിഷൻ കോഎഫിഷ്യന്റ്. അതിന്റെ നൊട്ടേഷൻ B21. B12 എന്ന് പറഞ്ഞ അബ്സോർപ്ഷൻ ആണ്. B21 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിമുലേറ്റഡ് എമിഷൻ കോഎഫിഷ്യന്റ്. കാരണം എന്താണ്? അതും 2 എന്നുള്ള ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ആറ്റംസ് വരാനുള്ള പ്രോബബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഈ 3 കോഎഫിഷ്യൻസ് അറിയണം. B12, A21, B21. അത് എന്തിനൊക്കെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. അതായത് പ്രോബബിലിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒക്കർ ചെയ്യാനുള്ള ചാൻസ്. ഒരു ഫോട്ടോൺ ഒരു ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ 3 പ്രോസസ്സുകൾ ഒക്കർ ചെയ്യാനുള്ള ചാൻസ്. ദാറ്റ്സ് കോൾഡ് ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസ്. ഓക്കെ, ഇനി ഈ ഐൻസ്റ്റീൻ കോഎഫിഷ്യൻസ് തമ്മിലുള്ള റിലേഷൻസ് ആണ്. ഇതിനൊക്കെ വലിയ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കത് അതിന്റെ ആവശ്യമില്ല. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്കൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് എന്തില്ല, ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോഴേ നമുക്ക് ഇതിന്റെ ഒക്കെ ഡെറിവേഷൻസ് ആവശ്യമുള്ളൂ. അപ്പൊ ഇത് ഡിറൈവ് ചെയ്ത ഐൻസ്റ്റീൻ തന്നെയാണ്, ഐൻസ്റ്റീന്റെ റിലേഷൻസ് ആണ്. അപ്പൊ ഒന്നാമത്തെ റിലേഷൻ A21. A21 എന്ന് പറഞ്ഞാൽ എന്താണ്? A21, സ്പോണ്ടേനിയസ് എമിഷൻ കോഎഫിഷ്യന്റ് അല്ലെ? സ്പോണ്ടേനിയസ് എമിഷൻ കോഎഫിഷ്യന്റ് ആണ് എന്ത്? A21. What is B21? That is stimulated emission. Stimulated emission coefficient. That is B21. അതായത് സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷൻ കോഎഫിഷ്യന്റ് തമ്മിലുള്ള റേഷ്യോ ആണ് ഇവിടെ കൊടുത്തത് 8πh⁻³ ഡിവൈഡ് ബൈ c³. വാട്ട് ഈസ് ന്യൂ? ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഫോട്ടോൺ. അബ്സോർപ്ഷനിലാണെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റേ രണ്ട് എമിഷൻസിലാണ് എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിന്റെ ഫ്രീക്വൻസി ആണ് എന്ത്? ന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് കോൺസ്റ്റന്റ്. പ്ലാങ്ക് കോൺസ്റ്റന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്. പ്ലാങ്ക് കോൺസ്റ്റന്റ് H is എന്താണ്? 6.626 into 10 to the power -34 ജൂൾ സെക്കൻഡ്. നമ്മള് ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ സാധാരണ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് H. ആ H ആണ് ഇവിടെ കൊടുത്തത്. വാട്ട് ഈസ് C? C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ്. നമ്മള് ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് അല്ലെ? എത്രയാണ് C എന്ന് പറഞ്ഞാല്? 3 into 10 to the power 8 meter per second. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ രണ്ട് ഫാക്ടർ, രണ്ട് എമിഷനുകൾ തമ്മിലുള്ള സ്പോണ്ടേനിയസ് എമിഷൻ കോഎഫിഷ്യന്റും സ്റ്റിമുലേറ്റഡ് എമിഷൻ കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്? 8πh⁻³ c³ എന്നുള്ളത്. ഓക്കെ ആണോ? ഇതിലെ ഓരോ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു. ന്യൂ എന്താണ്? ഫ്രീക്വൻസി ആണ്. H എന്താണ്? പ്ലാങ്ക് കോൺസ്റ്റന്റ് ആണ്. C എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു എന്താ പറയാ, സ്പോണ്ടേനിയസ് എമിഷൻ അല്ലെങ്കിൽ എമിഷൻ ഒക്കെ ചെയ്തു, അതിന്റെ ഫ്രീക്വൻസി, അതായത് എമിറ്റ് ചെയ്ത ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? സം ന്യൂ എന്ന് പറയുന്നത് സം വാല്യൂ തരും. ന്യൂ എന്ന് പറയുന്നത് 5 into 10 to the power സംതിങ് ഹെഡ്സോ തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇതിന്റെ റേഷ്യോ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാമെന്നതാണ്. ഓക്കെ, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ,
അപ്പൊ ഇവിടെ നമ്മൾ ഈ റിലേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഈ റിലേഷൻ ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാവരും ഓർത്ത് വെക്കണം. 8/h ന്യൂ ക്യൂബ് ബൈ സി ക്യൂബ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് റിലേഷൻ ആണ് എന്ത്? നെക്സ്റ്റ് റിലേഷൻ സിമ്പിൾ ആണ്. ഇത് റെഗുലർലി പരീക്ഷകൾ കണ്ടുവരുന്നതാണ്. സയന്റിഫിക് ഓഫീസറിനും അല്ലാതെ ഒക്കെ കണ്ടുവരുന്ന ഒരു ഡിഗ്രി എക്സാമിനൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ ഒരു റിലേഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് വാട്ട് ഈസ് B21 ആൻഡ് B12? അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റും ഇസ് ഈക്വൽ എന്താണ്? സ്റ്റിമുലേറ്റഡ് എമിഷൻ കോഎഫിഷ്യന്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എമിഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐൻസ്റ്റീന്റെ ഒരു പ്രധാനപ്പെട്ടാണ്. അതായത് അബ്സോർപ്ഷൻ നടക്കാനുള്ളതും സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സെയിം ആണ്. അതാണ് ഇതിന്റെ മീനിങ്. എന്താണ്? അബ്സോർപ്ഷൻ നടക്കാനുള്ളതും അതുപോലെ തന്നെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒരുപോലെയാണ്. ഈക്വൽ. Then, so what is laser? ലേസർ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇതിനെയാണ് ലേസർ എന്ന് നമ്മൾ വിളിക്കുക. ഇതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ലേസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിൽ ചോദിക്കാനുള്ള ഒരു 90% പ്രോബിലിറ്റി കാണുന്നത് എന്താണ് ലേസറിന്റെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി എക്സ്പാൻഷൻ ഓഫ് ലേസർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ദാറ്റ്സ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. നമ്മളിപ്പോ പഠിച്ചു എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലേസറിന്റെ പ്രിൻസിപ്പിൾ ആണ് എന്ത്? സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ നടക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിച്ചു? ആംപ്ലിഫിക്കേഷൻ, ലൈറ്റിന്റെ ആംപ്ലിഫിക്കേഷൻ ആണ്. ഒരു ഫോട്ടോൺ വരുന്ന സ്ഥലത്ത് നോർമൽ സ്പോണ്ടേനിയസ് എമിഷൻ ആണെങ്കിൽ ഒരു ഫോട്ടോൺ. ഓക്കെ, ദാറ്റ്സ് ആംപ്ലിഫിക്കേഷൻ. ഡിസ്കവർ Hello.
ഹലോ. ഓക്കെ, സോറി, നെറ്റ്വർക്ക് ചെറിയൊരു കണക്ഷന് പ്രോബ്ലം വന്നതാണ്. സോറി ഫോർ ഇൻകൺവീനിയൻസ്. സോ ദെൻ കണ്ടിന്യൂ. ഓക്കെ, അപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് എന്ത് ചെയ്തത്, ഈ ഒരു പ്രിൻസിപ്പിൾ ഫോർവേഡ് ചെയ്തത്. അതായത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ് ബേസിക് പ്രിൻസിപ്പിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ലേസർ ഡിസ്കവർ ചെയ്യുന്നത് ആരാണ്? TH മെയ്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഇമ്പോർട്ടന്റ്, ഈ പേര് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പരീക്ഷയ്ക്ക് SOPന്റെ എക്സാമിന് തന്നെ ഒരുപാട് ടൈംസ് റിപ്പീറ്റ് ചെയ്താണ്. TH മെയ്മാൻ ആണ് ഫസ്റ്റ് ലേസർ ഡിസ്കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ലേസർ ബിൽഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിർമ്മിച്ചിട്ടുള്ളത് റൂബി ലേസർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്. റൂബി എന്നുള്ള ഒരു ക്രിസ്റ്റലിന്റെ പേരാണ്. ആ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് ലേസർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിനെ റൂബി ലേസർ എന്ന് വിളിക്കുന്നു. അത് ബിൽഡ് ചെയ്ത ആൾ, അതിൽ ഡിസ്കവർ ചെയ്തത്, ഇൻവെന്റ് ചെയ്തത് TH മെയ്മാൻ ആണ്. ഈ 1916 അത് ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത് 1916 അതായത് 1916 കാലഘട്ടത്തിലാണ്. ബട്ട് ഇതിന്റെ ഇൻവെൻഷൻ നടന്നത് 1960. 60. അപ്പോൾ നല്ലൊരു ഇയർ ഗ്യാപ്പ് ഉണ്ട്. ബട്ട് അതിനുള്ള അന്നത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് കാരണമായിരിക്കും പിന്നീട് ഇത്രയും ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവാം. സിമ്പിൾ. ഓക്കെ, ഫാദർ ഓഫ് ലേസർ ഫിസിക്സ് എന്ന് പറയുന്നത് തിയോഡർ മെയ്മാൻ അല്ലേ? യെസ് യെസ്, അതെ. ഞാൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സോ ആണ് സർ. ഓക്കെ, ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. വെതർ ഫേവറബിൾ അല്ലാത്തൊരു വിഷയമാണ്. സോ കുഴപ്പമില്ല. ദെൻ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാല് മാക്സിമം ഓഫ് ആറ്റംസ് അല്ലെ മോളിക്യൂൾസിന് എന്ത് ചെയ്യുക, എക്സൈറ്റഡ് ലെവലിൽ ഒക്കെ അറിയിക്കുക എന്നുള്ളതാണ്, സിറ്റുവേറ്റ് ചെയ്യുക. ഇത് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയും കേട്ടോ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. ദെൻ എങ്ങനെയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയായിരിക്കും സാധാരണ നമ്മൾ ഒന്നെങ്കിൽ ഒപ്റ്റിക്കൽ, അതായത് ലൈറ്റുകൾ എന്ത് ചെയ്യുക, ലോവർ എനർജി സ്റ്റേറ്റിലായിരിക്കും ഇനീഷ്യലി ഉണ്ടാവുക. അവിടേക്ക് എന്ത് ചെയ്യുക, ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ആറ്റംസ് മോളിക്യൂൾസിന് എന്ത് ചെയ്യാം, ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജമ്പ് ചെയ്യിക്കാം. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പമ്പിങ് എന്ന് പറയാം. അതായത് ലോവർ എനർജി സ്റ്റേറ്റിലുള്ള ആറ്റംസ് മോളിക്യൂൾസിനെ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പമ്പിങ് എന്ന് പറയാം. ഇനി ഒരു സിസ്റ്റത്തില് ഹയർ എനർജി സ്റ്റേറ്റിലാണ് കൂടുതൽ ആറ്റംസ് മോളിക്യൂൾസ് ഉള്ളെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന നമ്മളെ പേരാണ് എന്ത്, പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയാം.
അപ്പൊ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പമ്പിങ് എന്ന് പറയും. ഓക്കെ, അതും വൺ വേർഡ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. Then, ഇനി നമുക്ക് ലേസർ അച്ചീവ് ചെയ്യാനുള്ള സം കോമ്പോണൻസ്, അതായത് എന്തൊക്കെ വേണം ഒരു ലേസർ പ്രോപ്പർ ആയിട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ദി ഗെയിൻ മീഡിയം അല്ലെങ്കിൽ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നതാണ്. എന്താണ്? അതായത് നമ്മൾ ലേസർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അവൈലബിൾ ആവണം. അപ്പൊ അത് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്യണം. എല്ലാ മെറ്റീരിയലും ചൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യൂല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടൂല. കാരണം എന്താണ്? എല്ലാ മെറ്റീരിയൽസിലും എന്തല്ല, ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ചാൻസ് എന്താണ്, ഒരുപോലെ അല്ല. ചിലത് നല്ല രീതിയിൽ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാം, ചിലത് അത്ര പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ആ ഒരു പ്രോസസ്സ് നമ്മുടെ പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യൂല. അപ്പൊ നമുക്ക് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യണം. ആ ഒരു മെറ്റീരിയൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗെയിൻ മീഡിയം അല്ലെങ്കിൽ ആക്റ്റീവ് മീഡിയം. അതായത് ലേസർ ആക്ഷന് ഒക്കർ ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതിന് ടൈപ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സോളിഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആണ് ഒന്ന് ക്രിസ്റ്റൽ ഓഫ് ലൈക്ക് റൂബി. നമ്മുടെ ഫസ്റ്റ് ലേസർ ഇൻവെന്റ് ചെയ്തതും റൂബി ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ നിയോഡിയം എന്നൊക്കെ പറയും. ഈ ഒരു ക്രിസ്റ്റല് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ലേസർ ഉണ്ടാക്കുന്നതെങ്കിൽ ഹീലിയം നിയോൺ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ഒക്കെ ഉണ്ട്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ, എന്തൊക്കെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത്. ജസ്റ്റ് ഞാൻ ഗെയിൻ മീഡിയം എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ. ദെൻ ലിക്വിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലോ ഡൈ ലേസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മീഡിയം ഈസ് ലിക്വിഡ് ഡൈ സൊല്യൂഷൻ. ഓക്കെ, ഇതൊരു മെറ്റീരിയൽ ആണ്, അതെന്താന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ലിക്വിഡ് ഫേസിലാണ് നമ്മുടെ ലേസർ ഉണ്ടാക്കുന്നെങ്കിൽ. ഇനി സെമി കണ്ടക്ടർ ആണ് യൂസ് ചെയ്യുന്നെങ്കിലോ അതിന് ഗാലിയം ആർസനൈഡ് എന്നുള്ള ഈ മെറ്റീരിയൽ എന്താണ്, അതിന് ഗെയിൻ മീഡിയ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഗെയിൻ മീഡിയം എന്ന് വിളിക്കും. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. ഈ ടൈപ്സ് ഇത് വൺ വേർഡിന് ചോദിക്കാറുണ്ട്. ഇപ്പം റൂബി ക്രിസ്റ്റൽ ഏത് ഇതാണ്, അതായത് സോളിഡ് സ്റ്റേറ്റ് ലേസർ ആണ്. ഈ CO2 വരികയാണ്, അത് ഗ്യാസ് ഫേസിലെ ലേസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒപ്റ്റിക്കൽ റെസൊണേറ്റർ, ദാറ്റ്സ് കാവിറ്റി. കാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആംപ്ലിഫിക്കേഷന് യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ആണ്. ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗെയിൻ മീഡിയം എടുത്തു, ഒരു സ്യൂട്ടബിൾ മെറ്റീരിയൽ എടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യുക, രണ്ട് മിറേഴ്സ് വെക്കുക. അപ്പൊ എന്ത് ചെയ്യും വെച്ചാല് നമ്മുടെ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈറ്റ് ഇതിൽ കൊടുത്താൽ ഇതിൽ എന്ത് ചെയ്യും, അബ്സോർപ്ഷൻ നടന്ന് പിന്നീട് നമ്മൾ ലൈറ്റ് കൊടുത്താൽ ഇതിൽ നിന്ന് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഒക്കെ ചെയ്യും. ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, ഫോട്ടോൺസ് അല്ലെ, റേഡിയേഷൻസ് പുറത്തേക്ക് വരും. ഈ ഫോട്ടോൺസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യും, ഇവിടേക്ക് വരും. ഈ വരുന്ന ലൈറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, മിറേഴ്സ് വെക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്ത് വീണ്ടും ഈ മെറ്റീരിയലിലേക്ക് വരും. അപ്പൊ വീണ്ടും സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കും. ഇത് വീണ്ടും ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് എന്ത് ചെയ്യും, ആംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യും. ആംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാല് അതായത് കൂടുതലായിട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻസ് ഒക്കെ ചെയ്യുകയും അത് കാരണം എന്ത് ചെയ്യും, ലൈറ്റിനെ കൂടുതലായിട്ട് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പൊ ഈ ഒരു സെറ്റപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഒപ്റ്റിക്കൽ റെസൊണേറ്റർ അല്ലെങ്കിൽ കാവിറ്റി എന്ന് പറയാം. അതായത് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആംപ്ലിഫിക്കേഷൻ നടത്താൻ വേണ്ടി, ആംപ്ലിഫൈങ് ദി ലൈറ്റ്. ഈ സെറ്റപ്പ് ആണ്, അതിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ റെസൊണേറ്റർ. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മിറേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള മിറേഴ്സ് യൂസ് ചെയ്യാം. അത് നമ്മൾ കോൺകേവ് ഷേപ്പ് ഉള്ളത് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സാധാ മിറേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി സാധാ രണ്ട് മിറേഴ്സ് ഇങ്ങനെ വെക്കുന്ന ഒരു രണ്ട് പാരലൽ മിറേഴ്സ് വെക്കുന്ന ഈ സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് ഫാബ്രെ പാരറ്റ് കാവിറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് രണ്ട് മിറേഴ്സ് വെക്കുക. അപ്പൊ എന്ത് ചെയ്യും, ലൈറ്റ് ഇതിൽ നിന്ന് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കളിക്കും. ഓക്കെ, ഈ ഒരു സെറ്റപ്പിനെ വിളിക്കുന്നതാണ് ഫാബ്രെ പാരറ്റ് കാവിറ്റി എന്ന് പറയാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒപ്റ്റിക്കൽ കാവിറ്റി ജസ്റ്റ് സിമ്പിൾ എന്താണ്, കൂടുതലായിട്ട് സ്ക്രീന് ആംപ്ലിഫിക്കേഷൻ. കാണുന്നില്ല. സ്ക്രീന് സ്ക്രീൻ സ്ക്രീന് കാണാനില്ല. കാണുന്നില്ല, ഇല്ല ഇല്ല. തീരെ കാണുന്നില്ല. എനിക്ക് കാണുന്നുണ്ട് സർ. ഓക്കെ, ശാരിക ഒന്ന് ചെക്ക് ചെയ്യോ? ആ, നോക്കട്ടെ sir. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് പറയൂ കേട്ടോ, കാണുന്നില്ലെങ്കിൽ. നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ എന്ന് അറിയില്ല. ദെൻ
അപ്പം റെസൊണേറ്റർ കേവിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇത് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ബട്ട് അറിഞ്ഞിരിക്കാം. ആംപ്ലിഫൈ ചെയ്യാൻ, ലൈറ്റിനെ കൂടുതലായിട്ട് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ടെക്നിക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് കമ്പോണന്റ് ഔട്ട്പുട്ട് കപ്ലർ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ക്യാവിറ്റി, റെസൊണേറ്റർ ക്യാവിറ്റി എടുത്തു, അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ ഇവിടെ വെച്ചു. ഇതിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്ട് ചെയ്ത് കളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് കിട്ടണം? ലേസർ ഔട്ട്പുട്ട് കിട്ടണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഔട്ട്പുട്ട് കപ്ലർ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന റെസൊണേറ്റർ കേവിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഒരു മിറർ എന്ത് ചെയ്യും? നമ്മൾ പാർഷ്യലി റിഫ്ലക്റ്റീവ് ആയിട്ട് വെക്കും. പാർഷ്യലി റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ഭാഗം റിഫ്ലക്ട് ചെയ്യും, ഒരു ഭാഗം ഇങ്ങോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. സ്മോൾ പോർഷൻ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ഒരു അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് കപ്ലർ എന്ന് പറയാം. ഓക്കെ, അതിലൂടെ കൊടുത്തിട്ടുണ്ട് 90 to 90%, 99% എന്തായിരിക്കും? റിഫ്ലക്റ്റീവ് ആയിരിക്കും. മെജോറിറ്റി ഓഫ് ലൈറ്റിന് എന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്യും. അതിൽ സ്മോൾ പോർഷൻസിന് എന്ത് ചെയ്യുള്ളൂ? ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ലേസർ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അതിനാണ് ഔട്ട്പുട്ട്. ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും എക്സാം പോയിന്റിൽ കണ്ടിട്ടില്ല, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇങ്ങനെയൊക്കെ ഔട്ട്പുട്ട് കപ്ലറിൽ എന്താണ് നടക്കുന്നത്. ഔട്ട്പുട്ട് കപ്ലർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ ഒപ്റ്റിക്കൽ ക്യാവിറ്റിയിൽ യൂസ് ചെയ്യുന്ന മിറർ എന്തായിരിക്കും? പാർഷ്യലി റിഫ്ലക്റ്റീവ്. പാർഷ്യലി റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ പോർഷൻസ് എന്ത് ചെയ്യും? അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പുറത്തേക്ക് നൽകും. ഓക്കെ, അതിൽ 90 to 90% എന്താണ്? റിഫ്ലക്ട് ചെയ്ത് അതേ മീഡിയത്തിൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് കളിക്കും. ബട്ട് ബാക്കിയുള്ള ഒരു സ്മോൾ പെർസെന്റേജ് എന്ത് ചെയ്യും? അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഔട്ട്പുട്ട് കപ്ലർ എന്ന് പറയാം. ദെൻ എനർജി സപ്ലൈ. എനർജി സപ്ലൈ എന്തിനായിരിക്കും? ഏതൊരു സംഭവം മെറ്റീരിയൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? പവർ സോഴ്സ് ആവശ്യമാണ്. ഓക്കെ, അതിന് പവർ പ്രൊവൈഡ് ചെയ്യുക, അതിനാണ് നമ്മൾ പവർ സോഴ്സ് ഉപയോഗിക്കുക. അത് നമ്മൾ ഇലക്ട്രിക്കൽ പവർ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പിന്നെ ലൈറ്റ് സോഴ്സുകൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ച് കെമിക്കൽ ലേസേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ചിട്ട് അതിന്റെ എനർജി എടുത്തിട്ട് എന്ത് ചെയ്യാം? വർക്ക് ചെയ്യാം. അതൊക്കെ ഇമ്പോർട്ടന്റ് ഒന്നല്ല, ബട്ട് അറിഞ്ഞിരിക്കാം. നമുക്ക് ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കണ എന്തായാലും എനർജി സപ്ലൈ വേണ്ടി വരും. ഇനി അടുത്താണ് കൂളിംഗ് സിസ്റ്റം. കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യാറുള്ളത്? കൂളിംഗ് സിസ്റ്റം യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്താണ് കൂളിംഗ് സിസ്റ്റം. ഇതിന്റെ കൂളിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നോട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് ജസ്റ്റ് ക്യൂരിയോസിറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ദെൻ നെക്സ്റ്റ്, ഇനി ജനറൽ കോമ്പോണൻസ് അല്ലാതെ മറ്റ് കുറച്ച് കോമ്പോണൻസ് കൂടെ നമ്മൾ ലേസറിൽ യൂസ് ചെയ്യാറുണ്ട്. ഒന്നാമത്താണ് ബീം എക്സ്പാൻഡർ എന്ന് പറയുന്ന സാധനം. ബീം എക്സ്പാൻഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേസറിന്റെ ഡൈവേർജൻസ് എന്താണ്? ലൈറ്റ് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവാതെക്കാൻ, അതായത് ചെതറി പോവാതിരിക്കാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേസറിന്റെ ഫീച്ചേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ലേസർ എന്താണ്? യൂണി ഡയറക്ഷണൽ, ഹൈലി ഡയറക്ഷണൽ ആണ്. അതായത് നമ്മൾ ലേസർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് പാത്തിലാണ് പോവുക. അപ്പൊ ഇതിന്റെ ഈ സ്ട്രെയിറ്റ് പാത്ത് ലോങ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പോണന്റ് ആണ് എന്താണ്? ബീം എക്സ്പാൻഡർ എന്ന് പറയുന്ന സംഭവം. ഇത് ഡീറ്റെയിൽ ഒന്നുമില്ല, നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഡൈവേർജൻസിനെ കൺട്രോൾ ചെയ്യാനാണ് ബീം എക്സ്പാൻഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ക്യൂ സ്വിച്ചിങ്. ഈ ക്യൂ സ്വിച്ചിങ് എന്നുള്ളത് അതിന്റെ തിയറി നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യും. അതെന്തിനാണ്? ഹൈ ഇന്റൻസിറ്റി പൾസ് ലേസർ പ്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണ് പൾസസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലുള്ള പൾസസ്, ലേസർ പൾസസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്യൂ സ്വിച്ചിങ്. ഇതിന്റെ ഡീറ്റെയിൽഡ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സിലബസിലുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ക്യൂ സ്വിച്ചിങ് ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ലേസർ. അടുത്തത് മോഡ് ലോക്കിംഗ് ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ തിയറി നമ്മൾ പഠിക്കും. അത് എന്തിനാന്ന് വെച്ചാൽ അൾട്രാ ഷോർട്ട് പൾസസ് ഇൻ സം ലേസർ. ചില ലേസറിൽ നമ്മൾ അൾട്രാ ഷോർട്ട് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓരോ ലേസറും എല്ലാ ലേസറും ഒരേ പർപ്പസിന് ആയിക്കൂല. ചിലത് സർജറിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ചിലത് കട്ടിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ആപ്ലിക്കേഷൻസിനനുസരിച്ച് നമ്മുടെ ലേസറിന്റെ ഇത് സ്ട്രക്ചർ മാറ്റാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കോമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. എല്ലാ ലേസറിലും ഉണ്ടാവില്ല, ബട്ട് നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്ത കോമ്പോണന്റ് ഒക്കെ എല്ലാ ലേസറിലും ഉണ്ടാവും. ഇത് പറഞ്ഞാൽ സം ലേസേഴ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ? ദെൻ അൾട്രാ ഷോർട്ട് പൾസസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൾസസ് തന്നെയാണ് ഞാൻ നേരത്തെ വരച്ചതുപോലെ തന്നെ. അതിന്റെ ഈ ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 10⁻⁻⁻12 സെക്കൻഡ് ആയിരിക്കും.
10⁻⁻12 സെക്കൻഡ്. അത്രയും വളരെ സ്മോൾ ടൈം ഡ്യൂറേഷൻ ഉള്ള പൾസസിനെയാണ് നമ്മൾ എന്താ പറയുക അൾട്രാ ഷോർട്ട് പൾസസ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള പൾസ്ഡ് ലേസേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡ് ലോക്കിംഗ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഈ കോമ്പണൻസ്. ഇനി പോളറൈസേഴ്സ് ആൻഡ് ഫിൽട്ടേഴ്സ്. പോളറൈസേഴ്സ് നമ്മൾ എന്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? പോളറൈസേഷൻ കൺട്രോൾ ചെയ്യാനാണ്. പോളറൈസേഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. പോളറൈസേഷൻ നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവും. അതായത് ഒരു കോമ്പോണൻസിനെ മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്തതാക്കുന്നതാണ് പോളറൈസേഷൻ എന്ന് പറയാം. പിന്നെ സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. എന്താണ് സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലേസറിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു ഗോഷ്യൻ ടൈപ്പ് ആയിരിക്കും. ഗോഷ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ടൈപ്പ് ആയിരിക്കും. ഗോഷ്യൻ പഠിച്ചിട്ടുണ്ടാവും ഡിഗ്രിയിലൊക്കെ, ഗോഷ്യൻ കർവ് ഒക്കെ. അപ്പൊ ഗോഷ്യൻ ടൈപ്പ് ആയിരിക്കും എന്തുണ്ടാവുക? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ലേസർ ഔട്ട്പുട്ടിന്റെ സ്പെക്ട്രം ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ വിഡ്ത്ത് കൺട്രോൾ ചെയ്യുക, ഇതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കൺട്രോൾ ചെയ്യുക, ഇതിനെയാണ് എന്താ പറയുക സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്താണ് കൺട്രോൾ ചെയ്തതിന് അതിന്റെ ഇന്റൻസിറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പോളറൈസേഴ്സും ഫിൽട്ടേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 കോമ്പണൻസ് എന്താണ് നമ്മുടെ അപ്ലിക്കേഷൻസ് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അല്ലാതെ കോമൺ എല്ലാ ലേസേഴ്സിനും ഇതുണ്ടാവില്ല, യൂസ് ചെയ്യൂല. ഓക്കെ ആണോ? ഇതിനാണ് നമ്മൾ എന്താ പറയാ ഓപ്ഷണൽ കോമ്പണൻസ്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലുള്ളത്. അപ്പൊ ഞാൻ ഒന്നുകൂടി റിവൈസ് ചെയ്യാണ് ഇന്ന് എടുത്തത്. ജസ്റ്റ് ഇപ്പൊ നമ്മൾ ആദ്യം 3 ഇന്ററാക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അബ്സോർപ്ഷൻ, ദെൻ സ്പോണ്ടേനിയസ് എമിഷൻ ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. പിന്നെ നമ്മൾ 2 ടൈപ്പ് ട്രാൻസിഷനെ കുറിച്ച് പറഞ്ഞു. റേഡിയേറ്റീവ് ട്രാൻസിഷൻസും ഉണ്ട്, നോൺ റേഡിയേറ്റീവ് ട്രാൻസിഷൻസും ഉണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ആണ്. 3 ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ്: അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ കോഎഫിഷ്യന്റ്, സ്പോണ്ടേനിയസ് എമിഷൻ കോഎഫിഷ്യന്റ്. പിന്നെ അതിന്റെ തമ്മിലുള്ള 2 റിലേഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 റിലേഷൻ. അതിൽ രണ്ടാമത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റും സ്റ്റിമുലേറ്റഡ് എമിഷൻ കോഎഫിഷ്യന്റും എന്താണ് ഈക്വൽ ആണ്, ഈക്വൽ പ്രോബബിലിറ്റി ആണ് എന്ന് പറഞ്ഞത്. പിന്നീട് നമ്മൾ ലേസറിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് ലേസർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് TH മെയ്മാൻ ആണ്. അതുപോലെ തന്നെ ഈ ആംപ്ലിഫിക്കേഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉപയോഗിച്ചിട്ടാണ് ആംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നത് ഡിസ്കവർ ചെയ്ത ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓക്കെ. പിന്നെ ലേസറിന്റെ എക്സ്പാൻഷൻ എന്താണെന്ന് പറഞ്ഞു. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾ അതിന്റെ കീ കോമ്പോണൻസുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഗെയിൻ മീഡിയം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒപ്റ്റിക്കൽ റെസൊണേറ്റർ കാവിറ്റി, എനർജി സോഴ്സുകൾ, പിന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള കുറച്ച് കോമ്പോണൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ. ഇതൊരു ബേസിക് ക്ലാസ് ആണ്. ഇനി ഇതിന്റെ ഒക്കെ ഒരു എന്താ പറയാ അഡ്വാൻസ് ആയിട്ടുള്ള തിയറീസ് ആണ് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ പഠിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും എന്ത് സർ ചെയ്യുക? ഇത് നോട്ട്സ് ഷെയർ ചെയ്യില്ലേ? ഓ, നോട്ട്സ് മിസ് ഷെയർ ചെയ്യട്ടെ, ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നോട്ട്സിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് വായിച്ച് നിങ്ങൾ MCQ എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ സർ. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ.